കേരളത്തില് സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റുകൾ ഈ ഓണത്തോടനുബന്ധിച്ച് ധാരാളം ഷോപ്പുകൾ ഓപ്പണായി. അത് ഓരോ ജില്ലയിലും കണക്കെടുത്താലും വളരെയധികം സ്റ്റോറുകൾ ഓപ്പൺ ആയതായിട്ട് നമുക്ക് കാണാം. ഈ സൂപ്പർ മാർക്കറ്റുകൾ ഓപ്പൺ ആയിട്ട് ഓണത്തിന് സെയില് കിട്ടുകയും അതിനുശേഷം സെയില് കുറയുകയും ചെയ്യുന്ന ഒരു രീതി സർവ്വസാധാരണമാണ്. അത് പുതിയ സ്റ്റോറാണേലും പഴയ സ്റ്റോറാണേലും ഓണത്തിന് ഒരു സെയിൽ ഉണ്ടാവും. പഴയ സ്റ്റോർ ആവുമ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന സെയിലിലോട്ട് വരികയും പുതിയ സ്റ്റോർ ആവുമ്പം ഒരു മെച്ചപ്പെട്ട സെയില് കിട്ടാനുള്ള സാധ്യത കാണുകയും അതിനുശേഷം സെയില് താന്നു പോവുകയും ചെയ്യും. പ്രത്യേകിച്ച് പുതിയ സ്റ്റോറുകൾ. പഴയ സ്റ്റോറുകളാവുമ്പം അവരുടെ പഴയ സെയില് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു പക്ഷേ അവർക്ക് സാധിച്ചെന്ന് വരാം. അപ്പം ഈ പുതിയ സ്റ്റോറുകൾക്ക് സെയില് കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? പലരും അതില് ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഒരു സത്യം. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് അത് തന്നെയാണ്. ഇത് ഫിയർ ഓഫ് ഫെയിലിയർ, തോറ്റുപോകും എന്നുള്ള പേടി. ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റുകൾ വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു കാരണവശാലും പരാജയപ്പെടില്ല. പക്ഷേ പരാജയപ്പെടാൻ 90% സാധ്യതയുള്ള ഒരു മേഖലയാണ് സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റുകൾ. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പരാജയപ്പെടുകയുമില്ല. ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് സെയില് കുറച്ച് കുറഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യം അവിടെ ഇല്ല, ഭയപ്പെടേണ്ട ആവശ്യം അവിടെ ഇല്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരു 2-3 സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാം. വേറൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമല്ല. നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് 1, 2, 3 മാസമേ ആയിട്ടുള്ളെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് സ്റ്റേജിലാണ്. നിങ്ങൾ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആണ്. നിങ്ങൾ പിടിച്ചു നിൽക്കാനുള്ള തന്ത്രപ്പാടിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ആ സ്റ്റേജിൽ നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യം, ആ 2 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ സ്റ്റോർ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരും. ആ സ്റ്റേജ് എന്തെന്നുള്ളത് ഞാൻ പറയാം. ഈ 2 കാര്യം, ഒന്നാമത്തെ കാര്യം കസ്റ്റമർ സർവീസ്, ഏറ്റവും നല്ല കസ്റ്റമർ സർവീസ് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം ഐറ്റം ഷോർട്ടേജ് വരാനേ പാടില്ല. കസ്റ്റമർ വന്ന് എന്ത് ചോദിച്ചാലും അത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അവിടെയാണ് പല സൂപ്പർ മാർക്കറ്റുകളും പരാജയപ്പെടുന്നത്. നമ്മൾ കോമൺ ആയിട്ട് വിൽക്കുന്ന കുറേ ഐറ്റംസ് കേരളത്തിൽ ഏത് സൂപ്പർ മാർക്കറ്റ് എടുത്താലും ഉണ്ടാവും. പക്ഷേ അതാത് സ്ഥലത്തെ സെയില് കൊണ്ടുവരുന്ന കുറേ ഐറ്റംസും ആ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവും. അത് പ്രാദേശികമായി ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആവാം, ഇല്ലെങ്കിൽ പ്രാദേശികമായി ഉപയോഗിക്കുന്ന ഐറ്റംസ് ആവാം. അങ്ങനെ കുറച്ച് ഐറ്റംസും നമ്മുടെ സ്റ്റോറിൽ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റിന് വിജയിക്കാനുള്ള ഏറ്റവും പ്രധാന മാർഗം. ഞാൻ പറഞ്ഞ 2 പോയിന്റാണ്. ഒന്ന് കസ്റ്റമർ സർവീസ്, നല്ല ക്ലാസ്സുകൾ കൊടുത്ത് സ്റ്റാഫിനെ സർവീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. രണ്ടാമത്തെ കാര്യം ഐറ്റം അവൈലബിലിറ്റി. 100% ഐറ്റം അവൈലബിലിറ്റി ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ആ സൂപ്പർ മാർക്കറ്റ് ഡയറക്ടേഴ്സും അതിന്റെ മാനേജിംഗ് പാർട്ട്നേഴ്സും അല്ലെങ്കിൽ അത് ആരാണോ നടത്തിക്കൊണ്ട് പോകുന്നത് അവരുമായിരിക്കും. ഈ ഐറ്റം അവൈലബിലിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു കസ്റ്റമർ മറ്റൊരു കസ്റ്റമറോട് പറയണം അവിടെ പോയാൽ എല്ലാം കിട്ടുമെന്നുള്ളത്. ഇപ്പം പല കസ്റ്റമേഴ്സും ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയിരിക്കും. ഇപ്പൊ പ്രാദേശികമായിട്ട് തുടങ്ങുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അവിടുത്തെ പല ഗ്രൂപ്പുകളിലും ഇപ്പൊ പാർട്ടികളുടെ ഗ്രൂപ്പ് ഉണ്ടാവും, അതുപോലെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലും പഠിച്ചവരുടെ ഗ്രൂപ്പ് ഉണ്ടാവും, ഒഫീഷ്യൽ ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടാവും, അതുപോലെ പ്രാദേശികമായിട്ട് ഇപ്പം അമ്പലങ്ങള്, പള്ളികള് ഒക്കെ കേന്ദ്രീകരിച്ചുള്ള ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ ഈ പല ഗ്രൂപ്പുകളിലുമുള്ള മെമ്പേഴ്സ് കോമൺ മെമ്പേഴ്സ് ആയിരിക്കും. ഇവര് തമ്മിലൊരു ചർച്ച വരുമ്പം അവിടെ പോയ എല്ലാം കിട്ടും എന്ന് പറയുന്ന രീതിയിലേക്ക് നിങ്ങളുടെ സ്റ്റോർ ഡെവലപ്പ് ചെയ്താൽ നിങ്ങളുടെ ഈ സ്റ്റേജിൽ നിന്നും നിങ്ങൾ 2ാമത്തെ സ്റ്റേജിലേക്ക് കടക്കും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. ഒരു പക്ഷേ 1, 2, 3 മാസം എടുത്തേക്കാം. ആ 3 മാസം നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ഡെവലപ്പ് ചെയ്യുക. നിങ്ങളുടെ സ്റ്റോർ തീർച്ചയായിട്ടും വിജയിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട.
ഈ എക്സിസ്റ്റൻസ് ലെവലിൽ നിന്ന് രണ്ടാമത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കുമ്പം കുറച്ചൊക്കെ നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു പീരീഡാണ് നമുക്ക് കിട്ടുന്നത്. ആ സ്റ്റേജിൽ നമുക്ക് കിട്ടുന്നത് ഐറ്റം അവൈലബിലിറ്റി ഉണ്ട്, കസ്റ്റമർ സർവീസ് ഉണ്ട്, കസ്റ്റമർ കയറി തുടങ്ങി, ഓഫറുകൾ റൺ ചെയ്യാൻ തുടങ്ങി, സ്റ്റാഫ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഈ രീതിയിലോട്ട് വരുമ്പം നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരും. ഈ രണ്ടാമത്തെ സ്റ്റേജും ഒരു 3 മാസം കൊണ്ട് ഭംഗിയായിട്ട് നിങ്ങൾ കവർ ചെയ്താൽ ഒരു 6ാമത്തെ മാസം ഈ സ്റ്റോർ സക്സസ് സ്റ്റേജിലേക്ക് കടക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. പക്ഷേ നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യണം. അപ്പം ഞാൻ ഈ പറഞ്ഞ മാർഗങ്ങൾ നിങ്ങളൊന്ന് ചെയ്തോളുക. ഇന്ന് ഓണത്തോടനുബന്ധിച്ച് കേരളത്തിൽ തുടങ്ങിയ പല സൂപ്പർ മാർക്കറ്റും അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റും ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അത് പേഴ്സണലായിട്ട് എനിക്കറിയാം. സെയില് കുറയുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ അല്ലെങ്കിൽ മാനേജിംഗ് പാർട്ട്നേഴ്സിന്റെ ടെൻഷൻ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പം നിങ്ങൾ ടെൻഷൻ വേണ്ട, ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ഈ പറയുന്ന സർവീസും ഈ പറയുന്ന ഐറ്റം അവൈലബിലിറ്റിയും മാത്രം ചെയ്താൽ മതി. ഒരു ബ്രോഷർ പോലും നിങ്ങൾ ഇറക്കണ്ട, നിങ്ങൾ പത്രത്തിൽ ഒരു നോട്ടീസ് കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഈ 2 കാര്യങ്ങളും ശ്രദ്ധിച്ചോ, നിങ്ങൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് വരും. തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നിങ്ങൾ വിജയിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, ഇല്ലെങ്കിൽ നമ്മളുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.